أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله مولانا. വളരെ ലളിതമായ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയം ആണ് ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ സൂക്തത്തിലൂടെ അള്ളാഹു മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ ഓരോ പദവും പ്രത്യേകം ഗാംഭീര്യവും ശ്രദ്ധയും വളരെ പ്രാധാന്യമുള്ള പദങ്ങളാണ്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. എന്താണ് അതിന്റെ അർത്ഥം പറഞ്ഞാൽ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ, ഇർജിഇ, നീ മടങ്ങുക, ഇലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക്, റാദിയത്തൻ, ആ റബ്ബിനെ തൃപ്തിപ്പെട്ടതായ രൂപത്തിൽ, മർദിയ, റബ്ബ് തിരിച്ചും തൃപ്തിപ്പെട്ട രീതിയിൽ, ഫദ്ഖുലി, എന്നിട്ട് നീ പ്രവേശിക്കുക, ഫി ഇബാദി, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കുക, വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം വളരെ ഹ്രസ്വമായി അള്ളാഹു ഇതിലൂടെ സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു മനുഷ്യന്റെ, നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുകയും പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഷയമാണ്, ഞങ്ങളെ നിന്റെ അടിമകളിൽ ഉൾപ്പെടുത്തണേ, നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. ഇത് മനുഷ്യന്റെ ഒരു അഭിലാഷാണ്, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം. ആരോട് ചോദിച്ചാലും ഇതേ പറയുള്ളൂ. ഫദ്ഖുലി ഫി ഇബാദി, അള്ളാഹു പറയുന്നത് എന്റെ അടിമകളിലേക്ക് നീ പ്രവേശിക്കുക, വദ്ഖുലി ജന്നതി, എന്നിട്ട് എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കുക. സ്വർഗം പല രീതിയിലുണ്ട്. ഇവിടെ അള്ളാഹു എന്റെ സ്വർഗം എന്ന് പ്രത്യേകം പറയുന്ന വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് നീ പ്രവേശിക്കുക എന്നാണ് ഈ അടിമയോട് അള്ളാഹു പറയുന്നത്. ഈ അടിമയുടെ പ്രത്യേകത എന്താണ്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവേ എന്നാണ്. അതാണ് ഈ ക്വാളിഫിക്കേഷൻ ഈ ആത്മാവിന്റെ. എന്റെ അടിമയിലേക്ക്, എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് പ്രവേശിക്കാനും എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും അള്ളാഹു അടിമക്ക് കാണുന്ന ക്വാളിഫിക്കേഷൻ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ, പരമവും പ്രധാനവുമായ ക്വാളിഫിക്കേഷൻ, ശാന്തമായ ആത്മാവേന്ന്. അപ്പോ അള്ളാഹുവിന്റെ അടിമകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ശാന്തമായ ആത്മാവാവണം. മനുഷ്യൻ അവന്റെ ജീവിത യാത്രയിൽ ഒരു ഇടത്താവളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഇടത്താവളാണ്. പരീക്ഷണത്തിന്റെയും, എന്താണ് പരീക്ഷണം? പരീക്ഷണത്തിന്റെ ഇടത്താവളം എന്ന് പറഞ്ഞാൽ, പരീക്ഷണം അള്ളാഹു നോക്കുന്നത് ആരാണ് അള്ളാഹുവിനെ സ്നേഹിക്കുകയും ഓർക്കുകയും ചെയ്യുന്നത്. ഇതാണ് പരീക്ഷണം. നമ്മൾ പരീക്ഷണം എന്ന് പറഞ്ഞാൽ പലതുമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അള്ളാഹു നോക്കുന്ന പരീക്ഷണം, അള്ളാഹുവിന്റെ പരീക്ഷണം നമ്മുടെ ഈ ഇടത്താവളം എന്ന് പറഞ്ഞതിന്റെ മുമ്പ് എന്തായിരുന്നു, ശേഷം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ വരുന്നതിന് മുമ്പ് ഉള്ള അവസ്ഥയാണ് നമ്മൾ എപ്പോഴും വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടത്. നമ്മളെപ്പോഴും പറയാറുള്ള وَإِذَا أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَنْ تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അതായത് മനുഷ്യനെ ആലമുൽ അർവാഹിൽ സൃഷ്ടിച്ച് പിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ശേഷം തിരിച്ച് അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു പോകുക. അപ്പൊ നമ്മൾ നേരത്തെ ഓതിയ ആയത്തില് ഇർജി, നീ മടങ്ങുക എന്നാ പറഞ്ഞു. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഒരാള് ഗൾഫിലേക്ക് വരികയാണ്, ദുബായിക്ക് വരികയാണ്, ഓ ദുബായിക്ക് മടങ്ങി, അങ്ങനെ ആരെങ്കിലും പറയും? നാട്ടിൽ നിന്ന് നമ്മൾ ദുബായിക്ക് വരുമ്പോ ദുബായിക്ക് മടങ്ങി എന്ന് പറയില്ല. നേരെ മറിച്ച് ദുബായിൽ നിന്ന് ഒരാൾ നാട്ടിലേക്ക് പോവാണെങ്കിൽ നാട്ടിലേക്ക് മടങ്ങി. കാരണം അവന്റെ നാട്, അവൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അതിനെ മടങ്ങുക എന്ന് പറയുള്ളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ, നീ മടങ്ങുക, ഇലാ റബ്ബിക്ക്, നിന്റെ നാഥനിലേക്ക്, നിന്റെ റബ്ബിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ റബ്ബിന്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. റബ്ബിന്റെ അടുത്തുണ്ടായിരുന്ന നമ്മൾ ഈ ലോകത്തേക്ക് വന്ന് പിന്നെ നാം മടങ്ങുന്നത് റബ്ബിലേക്കാണ്. ഈ റബ്ബിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഏത് രൂപത്തിൽ പോകണം എന്ന് നമ്മളെ അന്ന് അവിടെ പടച്ചു വെച്ച സമയത്ത് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്.
വഇദ് അഖദ റബ്ബുക, അതിന്റെ ലാസ്റ്റ് പറയുന്നത് എന്താണ്? അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഇനി ഇവിടുന്ന് നിങ്ങൾ പോകും, ദുനിയാവിൽ പോയിട്ട് തിരിച്ച് ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്ത് വരുമ്പോ ഈ കരാറ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ ഷാഹിദാവണം. അതാണ് അള്ളാഹു അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പൊ മനുഷ്യനെ അവിടെ പടച്ച് ദുനിയാവിൽ കൊണ്ടുവന്ന് തിരിച്ച് അള്ളാഹുവിന്റെ റബ്ബിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മനുഷ്യന് കൊണ്ടുപോകേണ്ടത് എന്താ? ആലമുൽ അർവാഹിൽ നമുക്ക് പറഞ്ഞു തന്ന നമ്മോട് ചെയ്ത ആ കരാറ് നിങ്ങൾ മറന്നു, ഞങ്ങൾ മറന്നുപോയി, ഗാഫിലിങ്ങളായി പോയി എന്ന് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ പറയാൻ പാടില്ല എന്നാണ് നമ്മളോടുള്ള കരാറ്. അവിടെ മറ്റൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ച ഒരുപാട് കാര്യങ്ങൾ ദീനിൻ്റെതായിട്ടുണ്ട്, ശരീഅത്തിൻ്റെതായിട്ടുണ്ട്. അതൊന്നും അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പരാമർശിച്ചിട്ടുള്ളത്. പരമവും പ്രധാനവുമായിട്ട് നിങ്ങൾ ഇവിടുന്ന് പോയി തിരിച്ചു വരുമ്പോൾ യൗമുൽ ഖിയാമത്തിന് നിങ്ങൾ ഈ കരാറ് ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല, ഇത് ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. മനുഷ്യനെ അവിടെ പടച്ച് ഇവിടെ ദുനിയാവിൽ ജീവിച്ച് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു പരമമായിട്ട് പ്രധാനമായിട്ട് അള്ളാഹു കാണുന്നത് ഈ കരാറിനെ ഓർമ്മിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അബ്ദിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് യാ അയ്യുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ, വളരെ തൃപ്തിയോടുകൂടി അള്ളാഹു പെട്ടതായി വളരെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി നീ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ അബ്ദ് എന്ത് ചെയ്തിട്ടുണ്ടാവും? എനിക്ക് ആ കരാറൊന്നും ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ ഗാഫിലായി, എനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ ചെന്നാ വളരെ വളരെ തൃപ്തിയായിട്ട് ഇങ്ങോട്ട് വാ ഉഷാറായി എന്നുള്ള പറയോ? ഇങ്ങനെ അള്ളാഹു തൃപ്തിപ്പെട്ടതായി പോകണം എന്നുണ്ടെങ്കിൽ പരമമായിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ കരാറ് മറന്നു എന്ന് നിങ്ങൾ അന്ന് പറയാൻ പാടില്ല എന്ന് നിങ്ങളിവിടെ സാക്ഷിയാവണം എന്ന് പറഞ്ഞ ഈ കരാർ ഓർമ്മ ഉള്ള ആത്മാവിനോട് മാത്രമേ അള്ളാഹു ഇങ്ങനെ പറയുള്ളൂ. യാ അയ്യുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയ, ഈ റബ്ബിലേക്ക് നീ മടങ്ങുമ്പോ തൃപ്തിപ്പെട്ടതായിട്ട് മടങ്ങണം എങ്കിൽ ഈ കരാറ് തീർച്ചയായിട്ടും ഈ അടിമക്ക് ഓർമ്മ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ അടിമക്ക് മുത്മഇന്ന എന്ന് പറയാൻ സാധിക്കുള്ളൂ. അതിന് അള്ളാഹുവിടെ സംവിധാനം, അള്ളാഹു അതിന് വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വദക്കിർഹും ബി അയ്യാമില്ല, അമ്പിയാക്കളെ അയച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വദക്കിർഹും, അവർക്ക് നീ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ അടുത്തുണ്ടായിരുന്ന ആ സമയത്ത് എന്തായിരുന്നോ ആ ദിവസങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യനെ ഇവിടെ പടച്ച് ഇവിടെ വിട്ട് ഈ മനുഷ്യന് തിരിച്ചു പോകുമ്പോൾ കരാറുമായിട്ടാണ് പോകേണ്ടത്. ആ കരാർ ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പാടില്ല. ആ രീതിയിൽ അള്ളാഹുലേക്ക് തിരിച്ചു പോകണമെങ്കിൽ അതിന് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ള സംവിധാനം അമ്പിയാക്കന്മാരെ അയച്ച് ആ കരാർ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. ഉദക്കിറുഹും ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ അവരുണ്ടായിരുന്ന സമയത്തുള്ള ആ അവസ്ഥ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. വെറുതെ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരാ. ഇങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ പറയല്ല. ദക്കിറുഹും എന്നവർ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുക? ഒരാളോടിപ്പോ പിന്നെ അന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾക്ക് ഓർമ്മ വരണമെന്നില്ല. അത് ആ രീതിയിൽ അവർക്ക് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്ക് ഓർമ്മ വരിക. ഇപ്പൊ എവിടെയെങ്കിലും നമ്മൾ ഖുറാനിൽ വായിച്ചാൽ ഏതെങ്കിലും കിതാബിൽ വായിച്ചാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് വായിച്ചാൽ അതിനെക്കുറിച്ച് വിവരം ഉണ്ടാവുന്നല്ലാതെ ആ സംഭവം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മിക്കലും അറിയലും രണ്ടും രണ്ടാണ്. ഒരാളിങ്ങനെ ആലോചിച്ചിരിക്കുക, അപ്പൊ എന്തെങ്കിലും ആലോചിക്കണം, ഞാൻ എൻ്റെ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു, അപ്പൊ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുക? ആള് ചെയ്തിട്ടുള്ളതും അതായിരിക്കുമോ? ഉമ്മ എന്നുള്ള ആ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാവോ? അല്ലല്ലോ. അവൻ ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉമ്മാനെ കുറിച്ച് ഉമ്മാനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓർമ്മ. ഓർമ്മക്ക് അങ്ങനെ പ്രത്യേകത ഉണ്ട്. അല്ലാതെ ഉമ്മ ഉണ്ട് എന്നുള്ളൊരു വിവരം ഉണ്ട് എന്നിട്ട് ആ ഉമ്മാന്ന് ഇങ്ങനെ ഓർക്കല്ല ചെയ്യണത്. ഉമ്മാനെ ഞാൻ ഓർക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഉമ്മാനെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുന്നത്. വദക്കിർഹും ബി അയ്യാമില്ല, അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ദിനങ്ങളെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ നബിയുടെ ഉത്തരവാദിത്വം ഈ അടിമക്ക് ആ സമയം കാണിച്ച് ഓർമ്മിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ആൾക്ക് ഓർമ്മ ഉണ്ടാവുക. അല്ലാതെ അള്ളാഹ് ഇങ്ങനെ ജപിക്കുക എന്നുള്ളതല്ല. അത് മറ്റൊരു തരത്തിലുള്ള ദിക്റാണ്, അത് ചൊല്ലലാണ്. ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അതല്ല. അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നിങ്ങനെ പറയലല്ല. ഈ തരത്തിൽ പ്രവാചകന്മാർ അവരുടെ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അള്ളാഹുവിന്റെ പ്രതിനിധികൾ അള്ളാഹുവിന്റെ അടിമകൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവുക. അല്ലാതെ ആ വിവരം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആ സംഭവം ശരിക്കും ഓർമ്മ ഉണ്ടാവണം. അലി റളിയല്ലാഹു തആല പറഞ്ഞില്ലേ, ആലമുൽ അർവാഹില് പിന്നെ കാലൂബല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും എന്റെ ചെവിയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്.
ഓർമ്മിപ്പിച്ചു കൊടുത്തതാണ്, പറഞ്ഞു കൊടുത്തതല്ല. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ ഈ പറയുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം പറയാൻ കഴിയും ആളുകൾക്ക്? അതാണ് ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുന്നത്. അങ്ങനെ ഓർമ്മ ഉള്ള അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിനിധി വന്ന് അടിമകൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുമ്പോൾ ശരി ആ ഓർമ്മ ഉണ്ട്. ആ ഓർമ്മ കൊണ്ട് നടക്കുമ്പോഴാണ് ഈ ആത്മാവ് ശാന്താണത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ഓർമ്മ കൊണ്ടാണ് ഈ ആത്മാവിന് ശാന്തി ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തമായ ആത്മാവെ നീ ഇർജി, റബ്ബിലേക്ക് മടങ്ങണം. എങ്ങനെ മടങ്ങണം? ആ ആത്മാവ് ശാന്തിയുള്ളതായിട്ട് മടങ്ങണം. ആ ശാന്തിയുള്ളതായിട്ട് മടങ്ങണം എന്നുണ്ടെങ്കിൽ ദിക്ർ വേണം. ദിക്ർ എന്ന് പറഞ്ഞാൽ ലക്കലക്കത്ത് നമ്മൾ പറയുന്ന പോലെ നാവ് കൊണ്ട് ഇങ്ങനെ ചെല്ലുക എന്നുള്ളതല്ല, അള്ളാഹുവിനെ ഓർമ്മ വേണം. ആ ഓർമ്മ വേണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രതിനിധി ഇയാൾക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അത് ഓർത്ത ആൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. അതാണ്, വെറുതെ ഒരാൾ പറഞ്ഞു കൊടുത്തോണ്ട് കാര്യമില്ല. അതല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, ഷാഹിദായ ആളുകൾ ഗായിബായവർക്ക് പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവരും എത്തിച്ചു കൊടുത്തോളി എന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ഹാദറായവർ എത്തിച്ചു കൊടുത്തോളി എന്നല്ല പറഞ്ഞത്. ഹാദർ പലർക്കും ആവാം. അബൂജഹൽ എന്താ അവിടെ ഹാദർ ആയിക്കൂടെ? പല ആളുകൾക്കും ഹാദറാവാം. പക്ഷേ ഷാഹിദാവാൻ എല്ലാവർക്കും കഴിയില്ല. ഷാഹിദായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതാണ്. അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം ഷാഹിദായ ആൾക്കല്ലേ ഇത് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതല്ലേ ഈ എത്തിച്ചു കൊടുക്കുന്നത് എന്താണ്? ഈ അള്ളാഹുവിനെയാണ് എത്തിച്ചു കൊടുക്കുന്നത്. ആ ദിക്റാണ്, ആ ഓർമ്മയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അതില്ലാത്ത ആളും അത് അനുഭവിക്കാത്ത ആളും എങ്ങനെ ഓർമ്മിപ്പിച്ചു കൊടുക്കും? അവിടുന്ന് അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങളിത് കേട്ടോളി എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഇഷ്ഹദു, നിങ്ങൾ സാക്ഷിയാവണം, ഷാഹിദാവണം എന്നാണ് പറഞ്ഞത്. എന്തിനാ ഷാഹിദാവണത്? അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, പിന്നീട് നിങ്ങൾ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഷാഹിദാവണം. ആ ഷഹാദത്ത് ഉണ്ടാവണമെങ്കിൽ, ഈ ദുനിയാവിൽ നമുക്ക് ആ ഷഹാദത്ത് വേണമെങ്കിൽ, ആ സംഭവം അത് അതുപോലെ നമുക്ക് കാണിച്ചു തന്ന് ശരിക്കും ഓർമ്മപ്പെടുത്തി തരാനുള്ള ആള് വേണം. അപ്പോഴേ നമുക്ക് ആ ഓർമ്മ ഉണ്ടാവുള്ളൂ. അതിനാണ് അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിട്ടത്. ഈ രംഗം അവർക്ക് നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. ആ രംഗം ഓർമ്മിപ്പിച്ചു കൊടുക്കാനാണ് അള്ളാഹു കാലാകാലങ്ങളിൽ അവന്റെ പ്രതിനിധികളെ അയച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു കൊടുക്കാനും കഥ കേൾപ്പിക്കാനും ആണെങ്കിൽ ഓരോ കിതാബ് വരെ അതിനെ വായിച്ചാൽ വിവരം കിട്ടൂല ആളുകൾക്ക്. പക്ഷേ ഓർമ്മിപ്പിച്ചു കൊടുക്കൽ നടക്കൂല. ആ രംഗം അവർക്ക് ചിത്രീകരിച്ച് ശരിക്കും കാണിച്ചു കൊടുക്കാൻ കഴിയൂല. അത് ഷാഹിദായ ആൾക്ക് മാത്രമേ കഴിയുള്ളൂ. ആ ഷാഹിദായ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഷാഹിദായ ആളാണ് അലി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ കാലാകാലങ്ങളിൽ ഷാഹിദായി വന്ന ആളുകളാണ് മശായിഖുമാർ. അവരിൽ നമ്മളിലേക്ക് വന്ന ആളാണ് ഖുത്ബുസ്സമാൻ മഹാനവറുകൾ. ഇന്ന് ആ ഷഹാദത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ആളുകൾക്ക് ഷഹാദത്ത് കാണിച്ച ആളുകളെ ഷാഹിദാക്കിക്കൊണ്ടിരിക്കുന്നത് മഹാനായ നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകൾ. അതാണ് ഈ വഴിയുടെ പ്രത്യേകത. അതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ മർമ്മം. ഒരുപാട് പ്രവർത്തനങ്ങളും അമലുകളും ചെയ്യുക എന്നുള്ളതല്ല, നിർബന്ധമായത് മുഴുവനും നാം ചെയ്യണം. പക്ഷേ മർമ്മപ്രധാനമായത് വിട്ടിട്ട് ബാക്കിയുള്ള ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മർമ്മപ്രധാനമായി അള്ളാഹു ആലമുൽ അർവാഹിൽ വെച്ച് മനുഷ്യനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഈ കറാറ് കൊണ്ട് നടക്കുക, അത് ഓർമ്മിപ്പിക്കുക. അത് അള്ളാഹുവിന് തിരിച്ചു ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഇതാ ഓർമ്മയുണ്ട്, ശരിക്കും നമ്മൾ ആ കറാറ് പാലിച്ചുകൊണ്ടാണ് ജീവിച്ചത് എന്ന് ചെന്ന് പറയണം എന്നുള്ളതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആത്യന്തികമായ ലക്ഷ്യം. അത് ഇവിടെ നടപ്പാകുന്നുണ്ടോ? ഈ ഇടത്താവളത്തിൽ അത് നടപ്പാകുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ മുമ്പ് ഉള്ള അവസ്ഥയിൽ നമുക്ക് നടപ്പായിരുന്നു, നമ്മൾ അള്ളാഹുവിന്റെ അടുത്തായിരുന്നു. ഇനി നമ്മൾ പോകുമ്പോൾ തിരിച്ച് റബ്ബിക്ക് ലാ റബ്ബിക്ക്, നിന്റെ റബ്ബിലേക്ക് നീ തിരിച്ചു പോകണം. ആ റബ്ബിലേക്ക് തിരിച്ചു പോകുമ്പോൾ ആ അവസ്ഥയിലാണോ നമ്മൾ പോകുന്നത്? ഇതാണ് പ്രശ്നം. അങ്ങനെ മുത്തുമയിന്നായ ആത്മാവായി പോയെങ്കിൽ മാത്രമേ ഈ അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. മുത്തുമയിന്നാവണമെങ്കിൽ കൽബിൽ ദിക്ർ ഉണ്ടാവണം. ദിക്ർ ഉണ്ടാവണമെങ്കിൽ ഒരാൾ ദിക്ർ കാണിച്ചു, അതായത് ഓർമ്മ വേണം. ആ തരത്തിൽ ദിക്ർ ഒരാൾ ഉണ്ടാക്കിത്തരണം. ആ ഉണ്ടാക്കിത്തരണമെങ്കിൽ അയാള് ഉള്ള ആളായിരിക്കണം, അയാൾ ഷാഹിദായിരിക്കണം. അലാ ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ, ആ കാഴ്ചയും ഷഹാദത്തും ഇതാണ് മെയിൻ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്ക് സന്തോഷം. അബൂജഹൽ നല്ല സന്തോഷമുണ്ടോ? അതിനർത്ഥമുണ്ടോ? കണ്ടിട്ടില്ലേ? അപ്പൊ അതല്ല കാഴ്ച എന്ന് ഉറപ്പല്ലേ? തൂബാ ലിമൻ റആനി, എന്നെ കണ്ടവർക്ക് സന്തോഷം. വലിമൻ റആ മൻ റആനി, എന്നെ കണ്ടവർക്ക് സന്തോഷം. അവിടുത്തെ കാഴ്ചക്ക് പ്രത്യേകത ഉണ്ട്. ബുദ്ധിയുള്ള ആളുകൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും ഇതെന്ത് കാഴ്ചയാണ് ഉദ്ദേശിച്ചതെന്ന്. ആ തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചയും ഷഹാദത്തും പിന്തുടർന്നു വരുന്ന ആളുകളെ തുടരുക എന്നുള്ളത് മാത്രമാണ് അള്ളാഹു പറഞ്ഞ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ അടിമകൾക്ക് മാർഗമുള്ളൂ.
അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉത്തരവാദിത്തമാണ് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഏൽപ്പിച്ചത്. ഈ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് അന്ന് അലി തങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ചത്. ഞാൻ ആർക്കൊക്കെ മൗലയാണോ ഈ അലി, അവർക്കൊക്കെ മൗലയാണ് എന്ന് പറഞ്ഞ ഈ രീതിയിൽ ആത്യന്തികമായി ആധികാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രഖ്യാപനമാണ്. ഈ ഷഹാദത്തിനുള്ള അധികാരം, ഇത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള അധികാരം അലി റളിയല്ലാഹു തആല അൻഹുവിന് വളരെ വ്യക്തമായി, വളരെ ഏവർക്കും മനസ്സിലാകുന്നത് പോലെ ഇതിന് ശേഷമൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊക്കെ സയ്യിദി, മൗലായി അലി എന്നൊക്കെയാണ് ആ രീതിയിലാണ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിലും ഹദീസിലൊക്കെ കാണാം. ഇതുപോലെയാണ് നമ്മുടെ മഹാനവറുകൾ അവിടുത്തെ ഏകദേശം അവസാന സമയങ്ങളിലൊക്കെ ഈ ദഅവത്ത്, ഈ വിഷയം എത്തിച്ചു കൊടുക്കാൻ, ആളുകളെ ഈ വഴിയിലേക്ക്, അള്ളാഹുവിനെ കാണുന്ന അള്ളാഹുവിന്റെ ദിക്റിലേക്ക് ക്ഷണിക്കാൻ, അലാഫൽ യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ എന്ന രീതിയിലാണ് മഹാനായ നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളെ ദഅവത്തിനിറക്കിയത്. കാരണം ഷാഹിദ് ആയെങ്കിൽ എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവനടുത്തുള്ള ഒരു കാര്യം എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അവന് കഴിയുന്ന കാര്യങ്ങളല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ഒരാൾക്ക് ഈ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം, കരാർ ഓർമ്മിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ആ രീതിയിൽ കരാറിന് അനുഭവിച്ച ആളുകൾക്ക് അതിന് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകമായി ഇതിന് ഏർപ്പാട് ചെയ്യുന്നതും അധികാരപ്പെടുത്തുന്നതും. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പല ആളുകളും പല അത്ഭുതങ്ങളും കാണിക്കാൻ പലതുകൊണ്ടും പറ്റും. ഇപ്പൊ പരിശുദ്ധ ഖുർആന്റെ തന്നെ ഓരോ അർഫുകൾക്കും ഓരോ ലഫ്ദുകൾക്കൊക്കെ പല പ്രത്യേകതകളുണ്ട്. പല രീതിയിൽ അതിനെ റിയാദ ചെയ്യുക, അല്ലെങ്കിൽ പലതും ചെയ്താൽ പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. അങ്ങനെ കാണിക്കുന്നവരുണ്ട്. പക്ഷെ മഹാനവറുകൾ പറയാറില്ല എപ്പോഴും ആ അത്ഭുതം കൊണ്ടൊന്നും അസ്രായേലിന്റെ അടുത്ത് നടക്കൂല. ഇതുപോലെ ധാരാളം അത്ഭുതങ്ങൾ കാട്ടി നടന്നിരുന്ന ആളാണ് മഹാനവറുകൾ ഖുതുബുസ്സമാൻ. അവസാനം അവിടുന്ന് സ്വന്തത്തിനും സമാധാനം ഉണ്ടായിരുന്നില്ല. ഗൗസുൽ പറഞ്ഞു, കരാറ് പുതുക്കുന്നവരെ നടക്കുക. അത്ഭുതങ്ങളില്ലാത്തതുകൊണ്ടോ വലിയാകാത്തതുകൊണ്ടാണോ? ജീവിതത്തിന്റെ ഒരാളുടെ അടിമയുടെ ഏറ്റവും പ്രധാനമായ വിഷയം കരാറ് പുതുക്കലാണ് എന്നതുകൊണ്ടാണ് അവിടുന്ന് നടക്കാൻ പറഞ്ഞത്. പിന്നെ ഈ കരാറ് പുതുക്കാൻ വേണ്ടി മാത്രമാണ് നടന്നിരുന്നത്. കരാറ് പുതുക്കാൻ എവിടുന്നാണ്, എങ്ങനെയാണ് ഈ കരാറ് പുതുക്കുക? അള്ളാഹുവുമായി ചെയ്ത കരാറ് പുതുക്കാൻ എങ്ങനെ? ആരോട് ചോദിച്ചിട്ടും ആർക്കും ഐഡിയ ഇല്ല. ആ അവസ്ഥയാണ് ഇന്നുള്ളത്. ആരോട് ചോദിച്ചാലും കരാറ് പുതുക്കൽ എങ്ങനെയാണ്, എന്താണ്, യാതൊരു ഐഡിയ ഇല്ല. എന്നാൽ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള വിവരമുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇതില്ലാതെ അവിടെ കാര്യമില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അവസാനം ഈ കലിമയിൽ കരാറ് പുതുക്കി തൗഹീദ് വാങ്ങി, അങ്ങനെ കരാറ് പുതുക്കി മഹാനവറുകൾ എപ്പോഴും പറയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കരാറ് പുതുക്കണം. അതാണ് ഈ രീതിയിൽ കരാറ് പുതുക്കിയെങ്കിൽ മാത്രമേ ഈ ഉമ്മത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം ഉദ്ഖുലി ജന്നത്തി, എന്റെ ജന്നത്തിലേക്ക് വരണമെന്ന് പ്രത്യേകം പറയുന്ന ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത്. അതാ ഞാൻ പറഞ്ഞത്, ജന്നത്ത് ഒരുപാട് പ്രത്യേകത, ഒരുപാട് കാറ്റഗറി ജന്നത്തുണ്ട്. അള്ളാഹുവിന്റെ ജന്നത്തു ദാത്ത് എന്ന് പറയുന്ന ഒരു ജന്നത്തുണ്ട്. അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിക്ക് മാത്രമേ കഴിയുള്ളൂ. മറ്റു പല ജന്നത്തുകളുണ്ട്, അത് പല കാറ്റഗറിയിലുള്ള പല ദർജകളുള്ള ജന്നത്തുകളാണ്. എന്നാ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി, തന്റെ റബ്ബിലേക്ക് നീ മടങ്ങുക. റാളിയത്തൻ മർളിയ ഫദ്ഖുലി ഫി ഇബാദി, എന്റെ അബ്ദിന്റെ കൂട്ടത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചോ. ഇങ്ങനെ ഒരു അഭിസംബോധന നമുക്ക് കിട്ടിയാൽ പിന്നെ അതിനെക്കുറിച്ച് എന്താണ് പിന്നെ നമുക്ക് പറയാനുള്ളത്? ഉദ്ഖുലി ഫി ഇബാദി, അല്ലാഹ് പറയാണ്, നമ്മൾ മരിച്ചിങ്ങനെ ചെല്ലുമ്പോ ഉദ്ഖുലി ഫി ഇബാദി, എന്റെ അടിമകളിലേക്ക് പ്രവേശിച്ചോ. ആ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, അങ്ങ് പറയുക, യാ ഇബാദി, എന്റെ അടിമകളെ. ആരെ? അള്ളാഹുവിന്റെ അടിമകളെ എന്നല്ല, യാ ഇബാദല്ലാഹ് എന്ന് പറയാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, യാ ഇബാദി, എന്റെ അടിമകളെ, ലാ തഖനതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്. നിരാശരാവേണ്ട ആവശ്യമില്ല. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ, അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരും. നിങ്ങൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്ത ആളുകളോടാണല്ലോ ഈ പറയുന്നത്. ഖുൽ യാ ഇബാദി, എന്റെ അടിമകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇന്ന് നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട്, അതുകൊണ്ടാണല്ലോ നിരാശരാവ്. റസൂൽ പറയാ, കുറ്റം ചെയ്ത ആളുകളെ, തെറ്റുകൾ ചെയ്ത എന്റെ അടിമകളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട്, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ട്. എന്താ ക്വാളിഫിക്കേഷൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു. അബ്ദുക്കൽ മിസ്കീനു യർജു എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞു.
ഭയങ്കര ശിർക്കാണ് എന്ന് അതല്ല ഇപ്പൊ ആകെയുള്ള ചർച്ചയും പ്രശ്നമുള്ളത്. അപ്പൊ ഇതില് അബ്ദുക്കൽ മിർച്ചീനു എന്ന് പറയുന്നുണ്ടല്ലോ, അത് അള്ളാഹുവിന്റെ അബ്ദുല്ലാന്നല്ലേ പറയേണ്ടത്, അബ്ദുക്കാരനെ റസൂലിനോടാണല്ലോ ഖിത്താബ്. അപ്പൊ അത് അവിടെ പിന്നെ പ്രശ്നമാണല്ലോ, ഷിർക്കാണല്ലോ. അള്ളാഹ് പറയാണ് യാ ഇബാദി, എന്റെ അടിമകളെ നിങ്ങൾ പറഞ്ഞോളി, അല്ലെങ്കിൽ യാ ഇബാദല്ലാ എന്ന് പറഞ്ഞോളി എന്നല്ലേ. പിന്നെ പറയുന്നത് എന്താണ്? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ എന്നാണ് പിന്നെ പറയണത്. എന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിന്ന്. അവിടെ പിന്നെ വീണ്ടും അള്ളാഹുടെ പേര് പറയുന്നുണ്ട്. അവിടെ അള്ളാഹുവിന്റെ അടിമകളാണ്, പിന്നെ ഇവിടെ യാ ഇബാദല്ലാ ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ അങ്ങനെയല്ല പറയേണ്ടത്. അതല്ല പറഞ്ഞത്. എന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാവരുത്, അള്ളാഹു നിങ്ങൾക്ക് എല്ലാം പുറത്തു തരും, കാരണം നിങ്ങൾ എന്റെ അടിമകളാണ്. ഇതാണ് ഖുതുബുസ്സമാനും പറഞ്ഞത്. എന്റെ ഇഷ്ടപ്പെട്ട മുരീദുമാർ, എന്റെ അബ്ദ്, യാ ഇബാദിയിൽപ്പെട്ട ആളുകൾ, എന്റെ മക്കൾ, ഞാൻ ഇഷ്ടപ്പെട്ട മക്കൾ, എന്റെ ഇഷ്ടപ്പെട്ട മുരീദുമാർ എന്റെ അടുത്ത് വന്നാൽ ഞാൻ അവരെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കും, കാരണം അവർ എന്റെ അബ്ദ, എന്റെ അടിമയാണ്. റസൂലുള്ളാഹി പറഞ്ഞ ഈ ഇബാദാണ് യഗ്ഫിറു ദുനൂബ ജമിയ. അവർ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അള്ളാഹു പുറത്തു കൊടുക്കും. ഇത് ഖുതുബുസ്സമാൻ ഈ വാക്കി അത് ഈ ആയത്തിന്റെ സമകാലിക തർജ്ജമ ചെയ്തതാ, തഫ്സീർ ചെയ്തതാ, നമുക്ക് കാണിച്ചു തന്നതാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഇതിന്റെ ഖുതുബുസ്സമാന്റെ നേർ തഫ്സീറാണ് ഈ നമുക്ക് കാണിച്ചു പറഞ്ഞു തന്നത്. ആ ഇബാദിൽ പെടാൻ നമുക്ക് കഴിയോ? ഇതാണ് നമ്മുടെ പ്രശ്നം. വേറുള്ള എനിക്ക് അത് ചെയ്യാൻ പറ്റണില്ല, മറ്റേ ചെയ്യാൻ പറ്റണില്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, അതൊന്നും പ്രശ്നമില്ല എന്നാ പറയണത്. നിങ്ങൾക്ക് എന്റെ അബുദാകാൻ പറ്റുമോ എങ്കിൽ ഒന്നും പ്രശ്നമല്ല, ഞാനുണ്ട്. ഗൗസുല്ലാ എന്നൊക്കെ പറഞ്ഞതല്ലേ, മാലിയിലൊക്കെ എത്ര, അതൊക്കെ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ട് ഇവിടെ? എന്റെ തെറ്റ് ചെയ്ത അടിമകൾക്കുള്ള ആളാണ് ഞാന്, മറ്റുള്ളവരാണ് മറ്റുള്ളവർ എനിക്കുള്ളതാണ്, അല്ലെങ്കിൽ ഞാൻ അവരെ രക്ഷിക്കും. നീ പുരീതി തമസ്സക ബി വകുംബി വാസിക, അവരുടെ കാര്യങ്ങളെ ഞാൻ ഏറ്റെടുത്തു. എന്തൊക്കെ ഗൗസുല്ലാഹ് നിരന്തരം പറയുന്ന മാല നമ്മൾ ചെല്ലും നോക്കും, എന്റെ കൈമടക്ക് വാങ്ങും, ബിരിയാണി തിന്നൊക്കെ ചെയ്യും. പക്ഷേ സമകാലിക മുഹയ്യിദ്ദീൻ എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചാണ് ചിന്ത ഇല്ലാത്തത്. അപ്പൊ ഇതൊക്കെ ഉള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇത് ബോധ്യപ്പെട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സമകാലിക മുഹയ്യിദ്ദീനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, എന്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ പഴച്ചിട്ടുണ്ട്. ഇന്നത്തെ ആളുകൾക്ക് ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത്, മനുഷ്യനെ അള്ളാഹു എന്തിന് പടച്ചു, എന്താണ് മനുഷ്യന്റെ ഉത്തരവാദിത്തം, എന്താണ് അള്ളാഹുവിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കിയിടത്താണ് മുഴുവൻ പശവും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടവർക്ക് അള്ളാഹു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വിഭാഗം ഇവിടെ ജീവിക്കുന്നുണ്ട്, അതുപോലെ ഒരു വിഭാഗം അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നുമുണ്ട്. അത് കാണാനുള്ള കണ്ണുണ്ടാവുക എന്നുള്ളതാണ്. ആ സത്യം മനസ്സിലാക്കുക. ആ സത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അർവാഹിൽ നടത്തിയ കരാർ, അത് കൊണ്ട് തിരിച്ചു ചെല്ലണം എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അത് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിന് യോഗ്യനായ ഒരു അള്ളാഹുവിന്റെ പ്രതിനിധിയെ പിടിക്കണം. എന്നിട്ട് അതിലൂടെ അള്ളാഹു ചെയ്ത കരാറിനെ ഇവിടുന്ന് പുതുക്കി അള്ളാഹുലേക്ക് തിരിച്ചു പോകണം. അതിന് ഓരോ കാലത്തും കഴിഞ്ഞ മഹാന്മാരെ പോലെ തന്നെ നമ്മുടെ കാലത്ത് ഇന്നുള്ള ആളുകൾ ചെയ്യേണ്ടത്, ഇന്നത്തെ മഹാനായ നിസാമുദ്ദീൻ ഷാ ഖാദിരി ചിശ്തി മഹാനവറുകളിൽ നിന്ന് ഈ കരാറ് പുതുക്കി ആ ഷഹാദത്ത് ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ ദിക്റിനെ മനസ്സിൽ ഉൾക്കൊണ്ട് പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ലയിച്ച് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു നമ്മൾ ചെല്ലുമ്പോൾ പറയും യാ ഇബാദി യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. കാരണം മുത്മഇന്നായിട്ടുണ്ട്, കാരണം ദിക്റ് കിട്ടിയിട്ടുണ്ട്. ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ വദ്ഖുലി ഫീ ഇബാദി, എന്റെ അടിമകളിൽ നീ പ്രവേശിക്കുക, വദ്ഖുലി ജന്നതി എന്ന് കേൾക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാവും. ഈ ഭാഗ്യം ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഉണ്ടാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു പ്രത്യേക വിഭാഗത്തിനല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി വിട്ടതല്ല. ലോകത്തെ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ അടിമകളായി അള്ളാഹു പടച്ചുവിട്ട എല്ലാ മനുഷ്യർക്കും ഈ വാതിൽ തുറന്നു കൊടുക്കണം, ഈ ഭാഗ്യമുണ്ടാവണം. അതിനുള്ള പ്രവർത്തനങ്ങളും പ്രാർത്ഥനകളുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാ ആളുകൾക്കും ഈ സത്യം തിരിച്ചറിയാനും അവിടുത്തെ കാൽക്കൽ വന്ന് ഈ അള്ളാഹു നിശ്ചയിച്ച ഈ ദൗത്യം ഏറ്റുവാങ്ങുവാനും എല്ലാ ആളുകൾക്കും തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.